ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന രണ്ട് ടെലഗ്രാം അക്കൗണ്ടുകളും രണ്ടും ഇക്വിറ്റിയബിസ് എന്ന പേരിലുള്ളതാണ്. രണ്ടും നമ്മുടെ സെയിം എംപ്ലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, രണ്ടും ഫേക്ക് ആണ് എന്ന കാര്യം നിങ്ങളോട് എടുത്തു പറയും. അവത്തിൽ ഒരു അക്കൗണ്ടിൽ സ്മാർട്ട് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ലിങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് യൂട്യൂബിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് പറഞ്ഞു, ഇക്വിറ്റിയബിസ് എന്ന പേരിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെലഗ്രാം അക്കൗണ്ടും ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല, നിങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം എടുത്തു പറയും. ഷോർട്സ് ഇൻ ട്രേഡിന്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി എല്ലാ ബാച്ചിലും നമ്മൾ പഠിപ്പിക്കുന്നത് മൾട്ടി ബാഗർ ലെവലുള്ള ഫണ്ട അനാലിസിസ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ്, ബിഹേവിയർ പാറ്റേൺ ആണ്. ഈ പുതിയ ബാച്ച് മൂലം നമ്മൾ 2 to 5 days ട്രേഡ്, വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡിംഗ് സിസ്റ്റം ആണ് 2 to 5 days ട്രേഡ്. അതും കൂടെ നമ്മൾ പുതിയ ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് മൂലമാണ് 2 to 5 days ട്രേഡും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ധാരാളം പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ബേസിക്കലി ലീനിയർ പുൾ ബാക്ക് പഠിക്കാനുണ്ട്, ആൻറ്റിസിപ്പേഷൻ ബ്രേക്കൗട്ട് പഠിക്കാനുണ്ട്, ത്രഷോൾഡ് ബ്രേക്കൗട്ട് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു 2 to 5 days പ്രോ ട്രേഡ് എന്ന് പറയും. ബേസിക്കലി അതിനകത്ത് പഠിക്കാനുണ്ട്. 3.77 എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ഫിഗറിൻ്റെ പ്രത്യേകത എന്താണ്, ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൂടെ പുതിയ ബാച്ച് പോലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുതിയ ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, പുതിയ ബാച്ചിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീസൊന്നും കൂട്ടിയിട്ടില്ല. സെയിം ഫീസിൽ തന്നെയാണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് അഡീഷണൽ 2 to 5 days പ്രോ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട്. നമ്മുടെ കംപ്ലീറ്റ് ടീച്ചിങ്സ് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ്, ഇൻഡിക്കേറ്റ് ബേസ്ഡ് അല്ല എന്നുള്ള കാര്യം എടുത്ത് പറയുന്നു. സോ താങ്കൾക്ക് ഇതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ ഫണ്ട് അനാലിസിസ് പറയുന്നില്ല, ഞാൻ ടെക്നിക്കൽ അനാലിസിസ് പറയുന്നില്ല, ബിഹേവിയർ പാറ്റേൺ പറയുന്നില്ല. പക്ഷേ ഇതിനോട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫണ്ടേക്കും അല്ലെങ്കിൽ ടെക്നിക്കലും ബിയോണ്ട് ആയിട്ട് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കമ്പൾസറി ആയിട്ട് ചെയ്യാനുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് ഒരു ഷോർട്ട് ടേം ട്രേഡിനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. സോ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് സ്റ്റോക്ക് എപ്പോൾ മേടിച്ചാലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ആ സ്റ്റോക്ക് ഈ ക്വാർട്ടറിലും ആ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടോ, അടുത്ത ക്വാർട്ടറിൽ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യയൊക്കെ തണുപ്പ് തുടങ്ങുന്ന സമയം ബൈ അറൗണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ ഐസ്ക്രീം കമ്പനിയുടെ നിങ്ങൾ സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു തണുപ്പ് സമയത്ത് ഐസ്ക്രീമിന് ഡിമാൻഡില്ലാന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടർ, ദാറ്റ് മീൻസ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടർ എന്ന് പറയുന്നതും അല്പം പോലും ഡിമാൻഡ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ മേടിക്കുന്നത്. കാരണം നിങ്ങൾ ഷോർട്ട് ടൈം ട്രേഡർ ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഏതാനും നാളുകളിലേക്ക്, മേ ബി 2 മാസം, മേ ബി 3 മാസം ഒക്കെ നിന്നിട്ട് ഒരു ലാഭം കിട്ടുമ്പോൾ വിൽക്കേണ്ട സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുമാതിരിപ്പെട്ട മിക്ക പ്രൊഡക്ട്സിനും ഒരു സീസൺ ഉണ്ട്. ഈ സീസൺ അറിഞ്ഞു വേണം സ്റ്റോക്ക് മേടിക്കാൻ. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു ഐസ്ക്രീം കമ്പനിയുടെ സ്റ്റോക്ക് തണുപ്പ് കാലത്ത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ കൂടുതൽ സമയം ഇരിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാര്യം പിന്നെ ഒരു മാർക്കറ്റ് എന്താ പറയണ്ടേ, റിസൾട്ടൊക്കെ സാധാരണഗതിയിൽ തണുപ്പ് സമയത്ത് വീക്കായി വന്നിട്ട് പിന്നെ ഒരു ചൂട് സമയം തുടങ്ങുന്ന സമയം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ അത്രയും നാൾ സ്ട്രെച്ച് ചെയ്യേണ്ടി വരും നിങ്ങളെ കരുതിക്കുന്ന സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്റ്റോക്ക് മേടിക്കാൻ പോലും ആ സ്റ്റോക്ക് കറണ്ട് ആയിട്ടുള്ള സമയത്ത് ഡിമാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വാർട്ടറിലെ, നെക്സ്റ്റ് 3 monthsലെ അടുത്ത ക്വാർട്ടർ സമയത്തും ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം മാത്രമേ നിങ്ങൾ അങ്ങനത്തെ സ്റ്റോക്ക് മേടിക്കാവുള്ളൂ. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു പോയിന്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പോയിന്റ് നമ്പർ 2, ബേസിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് നിങ്ങൾ കേട്ട് കാണുമോ അല്ലേ. ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട, അതുകൊണ്ടാണ് റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ കമ്പയർഡ് ടു ദി മെയിൻ ഇൻഡെക്സ്, മേ ബി CNS 500 ആകാം, മേ ബി നിഫ്റ്റി ആകും, അതുമായിട്ട് നമ്മുടെ പർട്ടിക്കുലർ സ്റ്റോക്കും ആ പർട്ടിക്കുലർ സെക്ടറും അത് ട്രെൻഡിങ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ ഒരു മെറ്റൽ ഇൻഡസ്ട്രിയിലെ സ്റ്റോക്ക് നിങ്ങൾ മേടിച്ചെന്ന് വയ്ക്കാം. മെറ്റൽ ഇൻഡസ്ട്രി, ഒന്നാമത്തെ കാര്യം, മെറ്റൽ ഇൻഡസ്ട്രി കമ്പയർഡ് ടു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്, മേ ബി CNS 500 ആയിരിക്കും, അല്ലെങ്കിൽ നിഫ്റ്റി ആയിരിക്കും, അതുമായിട്ട് ട്രെൻഡിങ് ആയിരിക്കണം. 2 ബെഞ്ച് ഇൻഡസ്ട്രിയുമായിട്ട് ട്രെൻഡിങ് ആയാലും മാത്രം പോരാ, നിങ്ങൾ മേടിക്കുന്ന സ്റ്റോക്ക്, ആ സ്റ്റോക്ക് നിങ്ങളുടെ സെക്ടറുമായിട്ടും ട്രെൻഡിങ് ആയിരിക്കണം. ആ സ്റ്റോക്ക് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട്, മേ ബി CNS അല്ലെങ്കിൽ നിഫ്റ്റി 50 ആയിട്ടും ട്രെൻഡിങ്ങിലായിരിക്കണം.
ആ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന കാര്യം നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ഗണത്തിൽ കൂട്ടേണ്ട കാര്യമല്ല. കാരണം അതെപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റിലേറ്റീവ് സ്ട്രെങ്ത്. ബേസിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് നിങ്ങൾ ധാരാളം പഠിക്കേണ്ട ഒരു കാര്യമാണ്. RS എന്ന് പറയും ബേസിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന RSയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. പക്ഷേ റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഇവിടെ കൂടുതൽ പറയാത്ത കാര്യം വെച്ചാൽ അത് കുറേ പഠിക്കാനുള്ള സംഗതിയാണ്. പല പല വാല്യൂസ് നമ്മൾ ഡെയിലിയിലും വീക്കിലിയിലും ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. പല പല വാല്യൂസിന്റെ കമ്പാരിസൺ പഠിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട റിലേറ്റീവ് സ്ട്രെങ്ത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. റിലേറ്റീവ് സ്ട്രെങ്തിന്റെ ഒരു ട്രെൻഡിങ് സോൺ ഉണ്ട്. ആ സോണിൽ വേണം സ്റ്റോക്കിൽ കൂടുതലായിട്ട് നിങ്ങൾ നിൽക്കാനും. അങ്ങനത്തെ സ്റ്റോക്കിൽ ട്രെൻഡ് ചെയ്ത് പോകുന്ന RSൽ ട്രെൻഡ് ചെയ്ത് സ്റ്റോക്ക് വേണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് ബെറ്റർ റിട്ടേൺ, ഫാസ്റ്റർ റിട്ടേൺ നിങ്ങൾക്ക് തീർച്ചയായും തരുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിലേറ്റീവ് സ്ട്രെങ്ത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, മാക്രോ മൈക്രോ എൻവയർമെന്റിനെ കുറിച്ച് നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ബേസിക്കലി നമ്മൾ എല്ലാ ദിവസവും രാവിലെ സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. investing.comൽ പോയിന്റ് ആ ഒരു സൈറ്റിൽ കയറി ശേഷം നിങ്ങൾക്ക് US എങ്ങനെ ക്ലോസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. US ഫ്യൂച്ചേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബേസിക്കലി എന്തെങ്കിലും മാക്രോ എൻവയർമെന്റ് ലോകത്തിൽ എവിടെ ആണെങ്കിലും ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് ന്യൂസ് കിട്ടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രിയർ 2018 ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കുറെ കൂടെ സ്കോപ്പെങ്കിൽ ഇപ്പോൾ ലോങ് ടൈമിൽ നിന്ന് മാറി. കാരണം ഇത്രയ്ക്ക് ഇൻഫർമേഷൻ ഫാസ്റ്റായിട്ട് വരികയും അത്തരം ഇൻഫർമേഷൻ മാർക്കറ്റിനെ കൂടുതലായിട്ട് അത് ബൈൻഡ് ചെയ്യുകയും കൊണ്ട് അതിന് 2018 ശേഷം പല എന്താ പറയുക ഡൈനാമിക് എന്ന് പറയുന്ന എൻവയർമെന്റിലേക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് മാറി. അതുകൊണ്ട് തന്നെ വീക്കിലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീക്കിലിൽ നിന്നും കഴിവതും ഡെയിലിയിലേക്ക് മാറി. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ആൾക്ക് നല്ല ശതമാനം ധാരാളം ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്കും അല്ലെങ്കിൽ ഷോർട്ട് സ്വിംഗിലേക്കും ഒക്കെ മാറി തുടങ്ങി. കാര്യം ഏത് ഒരു റിസൾട്ട് സീസൺ വന്നാൽ പോലും റിസൾട്ടിനെ ട്രെൻഡ് ചെയ്ത് പോകുന്ന സ്റ്റോക്കിനെ റിസൾട്ടിന് വലിയ ബൈൻഡിങ് ഉണ്ട്. ശരിക്കും റിസൾട്ടും വളരെ മോശമാണെങ്കിൽ ട്രെൻഡ് ചെയ്ത സ്റ്റോക്ക് തീർച്ചയായും താഴെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൺസോളിഡേഷൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻ ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ ഡേറ്റ അനാലിസിസിനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു പാർട്ടാണ് സിറ്റുവേഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡെയിലി ഉണ്ടാക്കേണ്ട ഒരു ഫോമാറ്റ്. ഈ ഫോമാറ്റിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡെയിലി മോർണിംഗ് ബൈ അറൗണ്ട് 6:30 7 o'clock അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ഇൻപുട്ട് വരും. ഡോളർ ഇൻഡെക്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡോളർ ഇൻഡെക്സ് മൂവ്മെന്റ് ഞാൻ അടുത്ത പോയിന്റായിട്ട് നിങ്ങളോട് പറയാം ഡോളർ ഇൻഡെക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി സിറ്റുവേഷണൽ അനാലിസിസ് മോർണിംഗിൽ വർക്ക് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം ബ്രേക്ക്ഔട്ട്സ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിഫ്റ്റി 500 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ എവിടെല്ലാം ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആണെന്ന് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്ക്ഔട്ട് കൂടുതൽ ഫെയിലിയറിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് കറക്ഷനിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് സസ്റ്റെയിൻ ചെയ്യണം. ബ്രേക്ക്ഔട്ട് സസ്റ്റൈനബിലിറ്റിയിൽ എവിടെയെങ്കിലും ഇഷ്യൂ കാണുവാണെങ്കിൽ അതൊരു കോഷനാണ്. നിങ്ങൾ തീർച്ചയായും ആ കോഷൻ അനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് നല്ല ശതമാനം ആൾക്കാരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ്. ശരിക്കും ഡോളർ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഡോളറിന്റെ പെർഫോമൻസ് അഗൻസ്റ്റ് 6 കറൻസി എന്ന് പറയുമ്പോൾ സ്വിസ് ഫ്രാങ്ക് വരും, ഓസ്ട്രേലിയൻ കറൻസി വരും, ജപ്പാൻ കറൻസി വരും, യൂറോ വരും. അങ്ങനെ 6 കറൻസിയുമായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് വേഴ്സസ് ഡോളറിന്റെ പെർഫോമൻസ് ആണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യം. നമ്മൾ ശ്രദ്ധിക്കണം, ഇൻ ജനറൽ ഡോളർ ഇൻഡെക്സ് ട്രെൻഡിങ്ങിലാണെങ്കിൽ അത് മാർക്കറ്റിന് പ്രഷറാണ്. ദാറ്റ് മീൻസ് ഡോളർ മൂവ്മെന്റ് എപ്പോഴും ട്രെൻഡിങ് ആയാൽ മാർക്കറ്റിന് ഇക്വിറ്റി മാർക്കറ്റിന് എപ്പോഴും അത് പ്രഷറാണ് കൊടുക്കുന്നത്. ഡോളർ ഇൻഡെക്സ് ട്രെൻഡിങ്ങിലല്ല വീക്ക്നെസ്സിലാണെങ്കിൽ മാർക്കറ്റിന് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ രീതിയിലാണ് മാർക്കറ്റ് ഡോളർ ഇൻഡെക്സിനെ കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോളർ സ്ട്രോങ് ആയാൽ റുപ്പി വീക്കാവും. റുപ്പി വീക്കായാൽ എന്താ സംഭവിക്കുന്നത്? നോർമലി റുപ്പി വീക്കായ സംഭവിക്കുന്നത് ബേസിക്കലി എക്സ്പോർട്ട് ആയിട്ടുള്ള കമ്പനികൾക്ക് എപ്പോഴും സ്ട്രോങ് ഡോളറാണ് ബെറ്റർ. കാര്യം അവർക്ക് എക്സ്ചേഞ്ചിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള അഡീഷണൽ പ്രോഫിറ്റ്സ് കിട്ടും. ആ റുപ്പി ഡോളർ എക്സ്ചേഞ്ചിൽ ദേ ആർ ഗെറ്റിംഗ് അഡീഷണൽ പ്രോഫിറ്റ്സ്. അതുപോലെ തന്നെ ഡോളർ വീക്ക് ആയാൽ അത് സാധാരണ വീക്ക് ഡോളർ അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെയാണ്. ശരിക്കും ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് മീൻസ് അവർക്ക് എന്താ പറയേണ്ട റുപ്പി സ്ട്രോങ് ആകുമ്പം കൊടുക്കേണ്ട റുപ്പി എഗൻസ്റ്റ് ഡോളർ എപ്പോഴും കുറവായിരിക്കും. എക്സ്ചേഞ്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് അഡീഷണൽ പ്രോഫിറ്റ്സ് അവർക്ക് എക്സ്ചേഞ്ച് റേറ്റുകൾ അവർക്ക് നേടാൻ സാധിക്കും.
അപ്പോൾ എപ്പോഴും ഡോളറിൻ്റെ മൂവ്മെൻറ്റ് പല ഇൻഡസ്ട്രികളെയും പല സെക്ടറിനെയും സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ മാർക്കറ്റിൻ്റെ പോലും സീരിയസ് ആയിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഡോളർ ഇൻഡെക്സിൻ്റെ ചാർട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 1 in 2 days എങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം. കമ്പൾസറി ആണ്. ഞാൻ ചാർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിലുള്ളതാണ് സിറ്റുവേഷണൽ അനാലിസിസ്. ഡെയിലി രാവിലെ ചെയ്യേണ്ട കാര്യമാണ് സിറ്റുവേഷണൽ അനാലിസിസ്. എന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നെന്താണ്, ഇന്നലെ വെളുപ്പിന് വരെ മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അനാലിസിസ് ആണ്. US മാർക്കറ്റ്സ്, ഇത് സിറ്റുവേഷണൽ അനാലിസിസ് 9th October രാവിലെ ഒരു അനാലിസിസ് ആണ്. US മാർക്കറ്റ് സ്ട്രോങ് ക്ലോസ് ആണ്. നാസ്ഡാക്ക് ഇസ് ഇൻ സ്ട്രോങ് ട്രെൻഡ്. നാസ്ഡാക്ക് ട്രെൻഡ് വരുമ്പോൾ നോർമലി നമ്മുടെ ഐറ്റം ട്രെൻഡ് വരാനുള്ള സാധ്യതകളുണ്ട്. US ക്ലോസ് ഏർലി മോർണിംഗ് എക്സലൻറ്റ്. US ഫ്യൂച്ചേഴ്സ് ഓപ്പണിംഗ് റേഞ്ച്. ഏഷ്യൻ ഓപ്പണിംഗ് കൊളാപ്സ് ഓഫ് ഹോങ്കോങ് മാർക്കറ്റ്സ് വിത്ത് ചൈന ഇൻ ട്രെൻഡ്. US ന്യൂസ് ഫ്ലോ സ്റ്റഡി. Asian news flow, escalation in Middle East, volatile crude oil. Domestic news flow, neutral. Dollar index, strong payroll data supporting dollar to remain strong. Revival of pharma and IT. Dollar strong ആകുമ്പം, എസ്പെഷ്യലി US ഡോളർ സ്ട്രോങ് ആകുമ്പം ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, US ഫോക്കസ് ചെയ്തിട്ടുള്ള IT കമ്പനീസിനും ഫാർമ കമ്പനീസിനും അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഗിഫ്റ്റ് നെറ്റ് ഓപ്പണിംഗ് റേഞ്ച്. Market clarity, worry on crude price escalation. Related industries may be under pressure. Deploy strategy, hold maximum cash. Sign of market stability, sustaining about 25K. Trending sectors, pharma nearing breakout, metal trying to get back. Trending subsectors, fertilizer, one of the safest trade. Careful, lot of rebalancing is going on the verge of Q2 results. Additional observation, observe. In a follow-up, buy is happening across the stocks plus sustainability of breakout. ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആസ് എ പ്രൊഫഷണൽ ട്രേഡർ നിങ്ങളൊരു അരമണിക്കൂർ സിസ്റ്റത്തിന് മുമ്പിലിരുന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കേണ്ട ഒരു അനാലിസിസ് ഡേറ്റയാണ്. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഹോൾ പ്രോ കൺസെപ്റ്റ്സിനെ, നിങ്ങളുടെ ട്രേഡിംഗ് കൺസെപ്റ്റ്സിനെ അത് വളരെ സീരിയസ് ആയിട്ട് വളരെ ബെസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്ക് നെക്സ്റ്റ് അനാലിസിസ് കൂടെ നമുക്കൊന്ന് കിടക്കാം. ബേസിക്കലി ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, ഇതാണ് ഞാൻ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം, ഈ ലെവൽ ബ്രേക്കൗട്ടാണ്, ബ്രേക്കൗട്ട് ചെയ്തു. ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഫോളോ അപ്പ് ക്യാൻഡിൽ വേണം. മേ ബി അത് സെയിം ഡേ വരാം, നെക്സ്റ്റ് ഡേ വരാം, അടുത്ത ദിവസം വരാം, മേ ബി 2-3 ഡേയ്സിന് ഫോളോ അപ്പ് ക്യാൻഡിൽ വരാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് കണ്ടീഷൻ. സോ ബ്രേക്കൗട്ട് ഇവിടെ വന്നാൽ ഇതിൻ്റെ മേളിൽ, ഇതിൻ്റെ ഹൈയുടെ മേളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. സോ ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആണെങ്കിൽ ഹൈയുടെ മേളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് ക്ലോസ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് 3 days ഈ ബ്രേക്കൗട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫോളോ അപ്പ് ക്യാൻഡിൽ വരാനായിട്ട് 3 ദിവസം എടുത്തു. 4ാമത്തെ ദിവസമാണ് ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നിട്ട് സ്റ്റോക്ക് കയറി പോയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബ്രേക്കൗട്ട് കൺഫർമേഷൻ വന്നാൽ നെക്സ്റ്റ് ഡേ തന്നെ ഒരു ബ്രേക്കൗട്ട് കൺഫർമേഷനുള്ള ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നാൽ ദാറ്റ് സീംസ് ടു ബി ഗുഡ് ആണ്, പ്രൊവൈഡഡ് അതിൻ്റെ അകത്ത് വോളിയം ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രേക്കൗട്ട് സസ്റ്റൈനബിലിറ്റിയും സിറ്റുവേഷൻ അനാലിസിസും കൂടെ നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് നിങ്ങൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രേക്കൗട്ട് ഇങ്ങനത്തെ ഈ ഒരു ചാർട്ട് നിങ്ങൾ നിഫ്റ്റി 500 പോയിട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുവാണെങ്കിൽ എവിടെല്ലാം ബ്രേക്കൗട്ട് സംഭവിച്ചു, എവിടെല്ലാം ബ്രേക്കൗട്ട് തലേ ദിവസം സംഭവിച്ചു, അല്ല ഇന്ന് സംഭവിച്ചു, അല്ല 2 ദിവസം മുമ്പ് സംഭവിച്ചു, അതൊരു ഫോളോ അപ്പ് ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഇൻസൈറ്റ്സ് ബെസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ഇതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് മാർക്കറ്റ് ബ്രെത്ത് എന്ന് പറയുന്ന കാര്യം. മാർക്കറ്റ് ബ്രെത്തിനെ കുറിച്ച് എൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഇൻസൈറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 4ാമത്തെ കാര്യം, സാധാരണ ഒരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട്, നമ്മളൊരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അടുത്തത് അല്പസമയം പോലും നമുക്ക് കളയാതെ വേറൊന്ന് മേടിക്കുക എന്നുള്ളത്. ശരിക്കും നിങ്ങൾ അങ്ങനത്തെ കൺസെപ്റ്റിലല്ല വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു സ്റ്റോക്ക് വിറ്റ് പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത കറക്റ്റായിട്ടുള്ള സ്ട്രക്ചറിൽ നിങ്ങൾ ഏതെല്ലാം സ്റ്റോക്ക് ഫോക്കസ് ചെയ്യുന്നു അങ്ങനത്തെ സ്ട്രക്ചർ വരുമ്പോൾ മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് മേടിക്കാവുള്ളൂ. സത്യത്തിൽ ഒരു മാസം 2-3 ട്രേഡ്സിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ സമയം ഇവാലുവേഷന് വേണ്ടി, ഒബ്സർവേഷന് വേണ്ടി, റീഡിങ്ങിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. കുറഞ്ഞ സമയം മാത്രം മതി ട്രേഡിങ്ങിന് വേണ്ടി. അത് അത്യാവശ്യമാണ് ട്രേഡ് ചെയ്യാനായിട്ട്. നമ്മൾ ആ സൈക്കോളജി എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്റ്റോക്ക് വിറ്റിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പെട്ടെന്ന് മേടിക്കുക എന്നുള്ള സൈക്കോളജി എന്ന് മാറിയിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബൈ ലെവൽ വരുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ആൻഡ് കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൂടെ ഫിക്സ് ചെയ്ത് വേണം ബൈ ലെവൽ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് നിങ്ങളുടെ ഔട്ട്കം, നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ സക്സസ് റേറ്റ് എപ്പോഴും കൂടി നിൽക്കും. അടുത്ത പോയിന്റ്, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നല്ല ശതമാനം ആൾക്കാരും അത് റെസ്പെക്ട് ചെയ്യാത്തൊരു സംഗതിയാണ്. സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അതിൻ്റെ തീർച്ചയായും അതിൻ്റെ പ്ലസ് പോയിന്റ് നിങ്ങൾ ധാരാളം മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോപ്പ് ലോസ് ഏത് ടൈം ഫ്രെയിമിൽ എപ്പോൾ വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അത് ശരിക്കും റാഷണലായിട്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ ചുമ്മാ ബ്ലൈൻഡായിട്ട് പ്ലേസ് ചെയ്യാൻ പാടില്ല, റാഷണലായിരിക്കണം. ഡെയിലിയിലെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നെങ്കിൽ ഡെയിലി ക്ലോസിംഗ് ടൈമിന് തൊട്ടുമുമ്പ് മാത്രമേ നിങ്ങൾ സ്റ്റോപ്പ് ലോസ്
നിങ്ങൾ സ്റ്റോപ്പ് ലോസ് പല സമയത്തും ഡെയിലിയേക്കാളും താഴെ സ്റ്റോക്ക് വന്നിട്ട് ക്ലോസിംഗ് ടൈമിന് മുമ്പ് സ്റ്റോക്ക് അവിടെ നിന്ന് ഒരു നല്ല റിജക്ഷൻ വന്ന് കീറിപ്പോന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെയിലിയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ ആ ടൈം ഫ്രെയിമിന്റെ ക്ലോസിംഗ് ടൈമിൽ മാത്രമേ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സീരിയസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാവുള്ളൂ. അതിനു മുമ്പ് പല രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ സ്റ്റോക്ക് കാണിച്ചു തന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ എൻട്രി കറക്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ, റാഷണൽ ആണെങ്കിൽ, നല്ല ശതമാനം കേസിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് കമ്പൽസറി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അടുത്ത പോയിന്റ്, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന പോലെ തന്നെ എക്സ്പാൻഷനിലല്ല സ്റ്റോക്ക് മേടിക്കേണ്ടത്, കോൺട്രാക്ഷനിലാണ് സ്റ്റോക്ക് മേടിക്കേണ്ടത്. കോൺട്രാക്ഷൻ മീൻസ് സ്റ്റോക്ക് ചുരുങ്ങി വന്നതിന് ശേഷം ഒരു കോൺട്രാക്ഷൻ വന്നിട്ട് അവിടെ നിന്നാണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. എക്സ്പാൻഷന്റെ അവസാനം സ്റ്റോക്ക് മേടിച്ചാൽ കോൺട്രാക്ഷനിൽ സ്റ്റോക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എക്സ്പാൻഷന്റെ ലാസ്റ്റ് സ്റ്റോക്ക് മേടിച്ചിട്ട് കോൺട്രാക്ഷനിൽ പോകുമ്പോഴാണ് ആൾക്കാർ പെട്ടുപോകുന്നത്. ശരിക്കും എക്സ്പാൻഷൻ നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കണോ, എക്സ്പാൻഷന്റെ തുടക്കത്തിൽ മേടിക്കാം, പക്ഷെ അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നല്ല ശതമാനം ആൾക്കാരും പല കൺഫർമേഷൻ നോക്കിയിരുന്ന് എക്സ്പാൻഷന്റെ ലാസ്റ്റ് ആണ് സ്റ്റോക്ക് മേടിക്കുന്നത്, തുടക്കത്തിലല്ല. എക്സ്പാൻഷൻ ലാസ്റ്റ് സ്റ്റോക്ക് മേടിക്കുമ്പോൾ പെട്ടുപോകാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. കാര്യം എക്സ്പാൻഷൻ കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ഷൻ ഉണ്ട്, ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ഒരിക്കലും മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകത്തുമില്ല, കോൺട്രാക്ട് ചെയ്ത് താഴത്ത് പോകത്തുമില്ല. കോൺട്രാക്ട് ചെയ്ത് പോകുന്ന കേസ് എപ്പോഴാണ് റിസൾട്ട് വളരെ മോശമായിട്ട് സ്റ്റോക്കിൽ സ്കോപ്പ് ഒന്നും ഇല്ലാത്ത കേസിലാണ് വല്ലാത്തൊരു കറക്ഷൻ വന്ന് സ്റ്റോക്ക് താഴെ പോകുന്നത്. അത് ബേസിക്കലി ഫണ്ടേലുള്ള വീക്ക്നെസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് അല്ലാതെ നിങ്ങൾ നോക്കൂ, സാധാരണ ഒരു കേസാണ് ഞാൻ പറയുന്നത്. ഇവിടെ സ്റ്റോക്ക് എക്സ്പാൻഡ് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു, വീണ്ടും എക്സ്പാൻഡ് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു. എപ്പോഴും നമ്മൾ എക്സ്പാൻഷനിലല്ല നമ്മൾ കയറേണ്ടത്, എപ്പോഴും കോൺട്രാക്ഷനിൽ ഒരു അനാലിസിസ് ഉണ്ട്. ഈ അനാലിസിസ് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വരുന്നത്. എക്സ്പാൻഷനിൽ കുറേ പ്രൈസ് ആക്ഷൻ സീക്രട്സ് ഉണ്ട്, കോൺട്രാക്ഷനിൽ കുറേ പ്രൈസ് ആക്ഷൻ സീക്രട്സ് ഉണ്ട്. ഈ കോൺട്രാക്ഷനിലാണ് നമ്മൾ പ്രൈസ് ആക്ഷനിലെ ക്രിട്ടിക്കൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഫിലോസഫിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, കോൺട്രാക്ഷനിൽ എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് മിനിമൽ ആയിരിക്കും കോൺട്രാക്ഷനിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺട്രാക്ഷനിൽ ഒരു സ്റ്റോക്ക് മേടിച്ച് സ്റ്റോക്കിൽ ഒരു ഫെയിലുവർ സംഭവിച്ചാൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും മിനിമൽ ആയിരിക്കും. നിങ്ങളൊരു എക്സ്പാൻഷന് മേടിച്ച് ഫെയിലുവർ ആണെങ്കിൽ എപ്പോഴും അത് വലിയൊരു സ്റ്റോപ്പ് ലോസിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇതാണ് രണ്ട് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ട്രേഡിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ മെത്തേഡിൽ നിന്ന് മാറാൻ പാടില്ല. ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, 3 മാസം ഒരു മെത്തേഡിന്റെ പുറകെ പോകും, അടുത്ത 3 മാസം വേറെ മെത്തേഡിന്റെ പുറകെ പോകും. ഇങ്ങനെ മാറി കളിക്കാൻ പറ്റിയൊരു ഫീൽഡേ അല്ല സ്റ്റോക്ക് ട്രേഡിംഗ്. സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മെത്തേഡ് സക്സസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ആ മെത്തേഡ് സക്സസ്ഫുൾ ആണെന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, മേ ബി അതിൻ്റെ അകത്ത് ഫിൽറ്ററിംഗ് ഇടപാട് നടത്താൻ പറ്റും, ഫൈൻ ട്യൂണിങ് നടത്താൻ സാധിക്കും. പക്ഷേ ഒരു കാരണവശാലും ആ ഒരു മെത്തേഡിൽ നിന്ന് നിങ്ങൾ മാറാൻ പാടില്ല എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു. കാര്യം മൈൻഡിന്റെ ക്ലാരിറ്റിയാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിന്റെ ഏറ്റവും വലിയ കാര്യം. സൈക്കോളജിക്കൽ ഫാക്ടർ അതാണ്. നമ്മൾ ഓരോ മെത്തേഡിൽ നിന്നും മാറി പോകുന്ന നേരത്ത് നമ്മുടെ മൈൻഡ് ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല, നമുക്ക് ഫോക്കസ് കിട്ടില്ല, നമ്മുടെ ഒബ്സർവേഷനെ അത് സീരിയസ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്റ്റോക്ക് ട്രേഡ് പഠിച്ചിട്ട് ആ ഒരു അദ്ദേഹം പറഞ്ഞു തരുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് കൂടുതൽ ഫിൽറ്റർ ചെയ്തിട്ട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലുമായിട്ട് നിങ്ങളുടെ ബിഹേവിയർ പാറ്റേണുമായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു പാറ്റേൺ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവൂ. അത് നിങ്ങൾ റിസർച്ച് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റിസർച്ച് ചെയ്ത് അദ്ദേഹം പറഞ്ഞു തരുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ നിങ്ങളുടെ ലെവലിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇതിനൊക്കെ വേണ്ടത് നമ്മൾ എല്ലാ നോയ്സിൽ നിന്നും എല്ലാ ബഹളത്തിൽ നിന്നും നമ്മൾ മാറിയിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു നോയ്സ് കൊണ്ടും നമുക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ എല്ലാ ബഹളത്തിൽ നിന്നും മാറിയെന്ന് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ മനസ്സും നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് കറക്റ്റ് ഒബ്സർവേഷനിലേക്ക്, നമ്മുടെ പ്രൈസ് ആക്ഷനിലേക്ക്, നമ്മുടെ ചാർട്ട് അനാലിസിസിലേക്ക് നമ്മൾ മാറ്റിയാൽ മാത്രമേ അതൊരു ബിഹേവിയർ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ ഈ രീതിയിലുള്ള സക്സസ് നമുക്ക് കിട്ടാനും സാധിക്കത്തുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കത്തുള്ളൂ. നമ്മുടെ ജിഞ്ചുവാല സാർ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ദീപിക പട്കോണാണ് ജിഞ്ചുവാല സാറിനെ ഇന്റർവ്യൂ ചെയ്തത്. ദീപിക പട്കോൺ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, സാർ അങ്ങയുടെ സക്സസിന്റെ എന്താണ് സീക്രട്ട്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ, സക്സസിന്റെ സീക്രട്ട് എന്ന് വെച്ചാൽ റെസ്പെക്ട് ദി എൽഡേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുക, നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ സക്സസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. കാര്യം
ഇത് വലിയൊരു ഗുരുത്വം വേണ്ട ഒരു ഫീൽഡാണ് സ്റ്റോക്ക് ട്രേഡിംഗ്. കാര്യം നമ്മുടെ ഓരോ തൊട്ടിനും നമ്മുടെ ക്യാപിറ്റലിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിവുള്ള സംഗതിയാണ്. അതിന് നമ്മുടെ പേരൻസിൻ്റെ, നമ്മുടെ ഗുരുക്കന്മാരുടെ, നമ്മുടെ എൽഡേഴ്സിൻ്റെ ഒക്കെ ബ്ലെസ്സിങ്, പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും നമ്മളതൊരിക്കലും മറക്കാൻ പാടില്ല. അത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഉള്ള കാര്യമാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.